ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുബൂസിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എങ്ങനെയൊന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം കുബൂസ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് ഇതാ കണ്ടു, ഈസ്റ്റ് നല്ല പോലെ ആക്റ്റീവായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉപ്പായിക്കോട്ടെ. അതിനുശേഷം നമ്മൾ ആക്റ്റീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ സാധാരണ പച്ച വെള്ളമാണ് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ. ഇപ്പോഴാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ മാവിനെ നമുക്ക് 2 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മാവ് നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ, എന്നാലേ കുബൂസ് റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് മാവ് കണ്ട നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നല്ല പോലെ ചെറിയ ബോൾസ് ആക്കേണ്ട, നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കൂലേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു വലിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് പരത്തി എടുക്കുക കേട്ടോ. പരത്തി എടുക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കട്ടിയിൽ വേണം ഇതിനെ പരത്തി എടുക്കാൻ കേട്ടോ. നമ്മുടെ കുബൂസ് ഏകദേശം കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ അങ്ങ് പരത്തി എടുക്കുക. പറ്റ അങ്ങോട്ട് നൈസ് ആക്കണ്ട. ഇപ്പൊ ഞാൻ ഒരെണ്ണം അല്പം കട്ടിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഒന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് അടുത്തത് പരത്തി എടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യണ പോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ പരത്തി വെക്കരുത്. അപ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ആദ്യം പാന് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴേക്കിന് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മാവ് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കിന് ഇതുപോലെ കുബൂസ് നല്ല പോലെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കുബൂസ് റെഡിയാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്, ആർക്കും വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.